ഇപ്പോൾ ബംഗ്ലാദേശിൽ ഈ യുണൈറ്റഡ് നേഷൻ്റെ ഈ അമേരിക്കൻ എയ്ഡ് കട്ട് ചെയ്യുമ്പോൾ ഡയറക്റ്റായിട്ട്, അതായത് അവിടുത്തെ ഡോക്ടേഴ്സ്, അവിടുത്തെ ഹെൽത്ത്, മറ്റുള്ള ക്ലിനിക്കുകൾ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഹെൽത്ത് വർക്കേഴ്സ്. അപ്പോൾ അവർക്ക് ഏകദേശം 5000 മുതൽ 6000 പേരുടെ ജോലിയാണ് നഷ്ടപ്പെടുന്നത്. ഈ കുട്ടികൾക്കുള്ള ആഹാരം പോലും കിട്ടാതാകും. ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന ഇസ്ലാമിക രാജ്യങ്ങളിലാണ്. കാരണം ഇസ്ലാമിക രാജ്യങ്ങളിൽ ഈ പറയുന്ന ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് ഈ രാജ്യങ്ങളൊന്നും കൂടുതൽ ഡെവലപ്പ് ചെയ്തില്ല. കൂടുതൽ അവർ മതത്തെ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ, കാരണം ഈ പ്രോജക്റ്റ് അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇതങ്ങോട്ട് ബാൻ ചെയ്തതിൻ്റെ എഫക്റ്റ് കയറി വരുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങൾക്കും ചില കമ്മ്യൂണിസ്റ്റ് ആശയഗതിയുള്ള ആൾക്കാരുണ്ട്. അതായത് ഈ നമ്മൾ പറയുന്ന ഡോക്ടറെ പോലുള്ള കക്ഷികളൊക്കെയുണ്ട്. ഇവരുടെ വെടി അങ്ങ് തീരുന്നത്. പിന്നെ ഇത് സ്പെസിഫിക്കായിട്ട് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഈ UN അമേരിക്കൻ പണം വാങ്ങി നടത്തുന്ന UNൻ്റെ അധികം അകത്ത് പ്രോജക്ട്സിൻ്റെ അകത്ത് 90% പേരും ഇടതുപക്ഷ സൂറാപ്പികളാണ്, തേർഡ് വേൾഡ് രാജ്യങ്ങളിൽ നിന്ന് വന്നവരാണ്. അപ്പോൾ അവർ ഈ പ്രോജക്ട്സൊക്കെ, നിങ്ങൾ പല പ്രോജക്ട്സും നോക്കിക്കോണം, ഇതിനകത്ത് അധികം പേരും ഈ മത തീവ്രവാദ രീതിയിലുള്ളവരും ഒരു കമ്മ്യൂണിസ്റ്റ് രീതിയിലുള്ള ലെഫ്റ്റ് ലിബറൽസ് ആ സംഭവങ്ങളാണ്.